വേണ്ടിയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അതിബൃഹത്തായ പരിപാടിയുടെ ഒരു പ്രഖ്യാപന സമ്മേളനത്തിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സമൂഹം ഒറ്റക്കെട്ടായി ഖുർആനിലേക്ക് മടങ്ങുക, ജനങ്ങളാകെ ഖുർആനിലേക്ക് മടങ്ങുക, അതിലൂടെ ജീവിക്കുകയും ഈ ലോകത്തും പരലോകത്തും നമുക്ക് നേടിയെടുക്കാനുള്ള അസുലഭമായ സന്ദർഭങ്ങൾ നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും കഴിയണം എന്ന് അല്ലാഹു അനുഗ്രഹിക്കുകയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി തയ്യാറാകാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിജ്ഞ എടുക്കാൻ എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇത്തരം പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലേക്ക് എല്ലാവരെയും നയിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ കമ്മിറ്റിയെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ സമൂഹത്തിന് വളരെ അനിവാര്യമായ ഒരു കാലഘട്ടം എന്നുള്ളതിനെ പ്രത്യേകമായി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ അനിവാര്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നതിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി അല്ലാഹു ഇതിനാമത്തിൽ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാത്രയുടെ ക്ഷീണത്തിലായതിനാൽ ഒരു വലിയ പ്രസംഗം നമുക്ക് കിട്ടിയില്ല. എങ്കിൽ അൽഹംദുലില്ലാഹ് അങ്ങയുടെ സാന്നിധ്യം തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിലെ എല്ലാ മത സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പുരുഷായുസ് മുഴുവൻ സമയം ചെലവഴിച്ച വ്യക്തിത്വമാണ്. അടുത്തതായി നമുക്ക് നമ്മോട് സംസാരിക്കുന്നത് ദുബായ് KMCCയുടെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ആർ ഷുക്കൂർ സാഹിബ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സുഹൃത്തുമാർക്ക് ഇന്ന് നമ്മുടെ ഈ പരിപാടിയിലെ മുഖ്യാതിഥിയും നമ്മുടെ പ്രിയപ്പെട്ട നേതാവും മുൻ മന്ത്രിയുമായ ബഹുമാനപ്പെട്ട സാഹിബ്, അതുപോലെ തന്നെ ഈ വേദിയിരിക്കുന്ന നേതാക്കന്മാര്, പണ്ഡിതന്മാര്, ഇവിടെ പ്രലോഭനമായ പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞു. ഇതിന് അവസാനം ഈ പരിപാടിയിലാണ് നമ്മളെല്ലാവരും നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പരിപാടിന്റെ പ്രാധാന്യത്തെ പറ്റി ഇവിടെ അധ്യക്ഷൻ, അതിനുശേഷം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നേതാവും ഇവിടെ പറയുകയുണ്ടായി. എനിക്ക് ബഹുമാനപ്പെട്ട ചെയർമാൻ അബ്ദുള്ള സാഹിബിന്റെ കൂടെ പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞു തന്നെ വളരെ സന്തോഷകരമായിട്ടാണ് ഞാൻ കാണുന്നത്. ബഹുമാനപ്പെട്ട ചെയർമാൻ അബ്ദുള്ള സാഹിബ് കാസർഗോഡിന് മാത്രമല്ല, മലപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം അബ്ദുള്ള സാഹിബ് മലപ്പുറത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ആവശ്യത്തോടു കൂടിയ പ്രസംഗം കേൾക്കാൻ പോകുന്ന പ്രവർത്തകരായി ഞങ്ങളൊക്കെ. അത്രയും ആവേശം നിറഞ്ഞ ഒരു ആവേശം തരുന്ന പ്രസംഗവും ആ പ്രവർത്തനവുമായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബ്. ഇവിടെ മോദി പറഞ്ഞതുപോലെ തന്നെ സുദീർഘമായ പ്രസംഗം അദ്ദേഹം നടത്തിയില്ലെങ്കിലും ഇങ്ങനെയുള്ള പരിപാടിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ സന്തോഷകരം തന്നെയാണ്. പ്രത്യേകിച്ച് ഇവിടെ കാർഗിൽ എന്നൊരു പ്രദേശം, കാർഗിൽ എന്ന പ്രദേശത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഭീകരമായ ആ യുദ്ധത്തിൻ്റെതെല്ലാം അതെല്ലാം നമ്മൾ മനസ്സിൽ കാണുന്നുമുണ്ട്. ഞാനിപ്പോൾ മോദിനോട് ചോദിച്ചു, ഇങ്ങനെ പേരിടാനുള്ള കാരണം എന്താണെന്ന്. കാർഗിൽ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേര് കൂടിയാണ്. അവിടെ ഇങ്ങനത്തെ ഒരു ഖുർആനുമായി ബന്ധപ്പെട്ട് ആ സമൂഹത്തെ മൊത്തം ഖുർആനിലേക്ക് ക്ഷണിക്കുന്ന ഒരു പരിപാടി ആവിഷ്കരിക്കുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. അവിടുത്തെ ഉസ്താദ് തന്നെ അവിടെ ഈ കാര്യത്തിൽ മുൻപന്തിയിൽ ഇറങ്ങിയതും അവിടുത്തെ ചെറുപ്പക്കാരെ ഖുർആനിലേക്ക് ക്ഷണിക്കുന്നത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സമൂഹത്തിൽ നമുക്കറിയാം, പള്ളിയിൽ വരുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ ഡ്രസ്സിന്റെ രൂപമെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ തന്നെ നമുക്ക് കാണാം സുജൂദിലേക്ക് ഇരിക്കുന്നതും
സുജൂദിലേക്ക് പോകുന്നതോ അവിടെ നിന്ന് ഇരിക്കുന്ന രൂപമെല്ലാം തീരെ അതിന്റെ അച്ചടക്കം പാലിക്കാത്ത രൂപത്തിലായി. അതുപോലെ തന്നെ സുജൂദിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാക്ക് ഭാഗം മുഴുവനും കാണുന്ന രൂപത്തിലുള്ള ഒരു തരം ഡ്രസ്സൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിനൊക്കെ മാറ്റം വരുന്ന ഇതുപോലത്തെയുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രയോജനമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം മാത്രം ഉണ്ടായിരിക്കണമെന്ന് മാത്രം എനിക്ക് പറയാനുള്ളത്. ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി നമ്മുടെ KMCC-യുടെ വ്യക്തി തന്നെയാണെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ദുബായിയുടെ അഖിലേന്ത്യാ ഖുർആൻ മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രതിനിധി മുഹമ്മദ് ഹസീമിനുള്ള ഒരു ചെറിയ ഒരു ആദരിക്കലാണ്. അത് എന്തുകൊണ്ടും അവനും കൂടി ഭാഗ്യവാനാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്കൊരു അതിഥിയെ കിട്ടുകയും ആ അതിഥിയുടെ കയ്യിൽ നിന്ന് അത് കിട്ടാനുള്ള ഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഒരു 2 നിമിഷം കൊണ്ട് അത് കൊടുത്തിട്ട് നമുക്ക് പരിപാടി തുടരാം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മുടെ ദുബായ് KMCC-യുടെ പ്രസിഡന്റ് അൻവർ നഹാ സാഹിബ് നമുക്ക് വേണ്ടി കുറെ കാത്തിരുന്നു. കാരണം നമ്മുടെ പൂർത്തിയും മജ്‌ലിസും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് സമയം വൈകിപ്പോയതുകൊണ്ട് അദ്ദേഹം ആർക്കോ സുഖമില്ലാഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ ഈ വേദി ഭംഗിയാക്കാൻ വേണ്ടി നമ്മുടെ അൻവർ നഹാ സാഹിബ് ഒരുപാട് കാത്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്താൻ ലേറ്റാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. അടുത്തതായി മുഹമ്മദ് ഹസീമിനെ ഉപഹാരം നൽകുന്നത് ഷാളണിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചെർക്കളം അബ്ദുല്ല സാഹിബ് 2 വ്യക്തികളെയും ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ കാർഗിൽ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഒന്ന് സ്റ്റേജിലേക്ക് ഒരു നിമിഷം വരിക. ഈ ചടങ്ങിലേക്ക് അടുത്തതായി ചില തിരക്കുള്ളവർ പോകണമെന്ന് ദൂരെ എന്ന് പറഞ്ഞവരുണ്ട്. 2-3 വ്യക്തികൾ അവർക്ക് വേണ്ടി തന്നെ പ്രഖ്യാപന സമ്മേളനം മറ്റു പ്രസംഗങ്ങൾക്ക് മുമ്പ് തന്നെ നടത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ലക്ഷ്യം വെച്ചത്, എന്താണ് ഉദ്ദേശമെന്ന് നമ്മുടെ യുവാക്കളെ ഈ നിലയിലേക്ക് കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട ജാബിർ ഉദവി ഇവിടെ അവതരിപ്പിക്കും. അദ്ദേഹം നമ്മുടെ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ്. അൽഹംദുലില്ലാ, കാസർഗോഡ് ജില്ലയിലെ വലിയൊരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളെ നയിക്കാൻ തന്നെ നമുക്ക് മുമ്പിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു തന്നതാണ്. എന്തുകൊണ്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് നമ്മുടെ ജീവിത രീതികളെ പോലും പതിറ്റാണ്ടുകളായി നമുക്കറിയാവുന്ന ഖുർആൻ, പക്ഷെ അത് ഷോക്കേസിൽ മാത്രം വെച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖുർആനിന്റെ പദാവലികളിലൂടെ ജീവിതത്തെ നയിക്കാൻ വേണ്ടി എങ്ങനെ കൊണ്ടുപോകുമെന്നതിനെ കുറിച്ച് ചർച്ചയുള്ള ഒരു വിശദമായ പഠനത്തിന് ശേഷമാണ് അദ്ദേഹം ഇതിൽ ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ പരിപാടിയുടെ പ്രഖ്യാപന സമ്മേളനത്തിന് വേണ്ടി ഹാർദവമായി ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജാബിർ ഉദവി അലി ഇർഷാദി സ്ഥാനപ്പെട്ടു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بالرضا. أما بعد، قال نبينا ورسولنا محمد المصطفى صلى الله عليه وسلم: تركت فيكم أمرين لم تضلوا ما تمسكتم بهما، كتاب الله وسنة رسوله. صدق الرسول صلی اللہ علیہ وسلم. وہ زمانے میں معزز تھے مسلمان ہو کر، آج ہم خوار ہوئے تاریخ ഖുർആൻ ہو کر. നമ്മുടെ വേദിയിൽ സന്നിഹിതരായ ബഹുമാന്യരായ
ചെറുക്കളം അബ്ദുള്ള സാഹിബ് ഈ യോഗത്തിന്റെ അധ്യക്ഷനാണ്. നമ്മുടെ പരിപാടിക്ക് ഏറ്റവും നല്ലൊരു മോട്ടിവേറ്ററായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ സി നൂറുദ്ദീൻ സാഹിബ്, ആശംസാ പ്രഭാഷണം നടത്തിയ ആർ ഷുക്കൂർ സാഹിബ്, അതുപോലെ ഈ വേദിയിൽ സന്നിഹിതരായ പ്രഗത്ഭരായ വ്യക്തികളാണ്. ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതോടൊപ്പം ഈ ഒരു സംഗമം വളരെ ധന്യമാക്കാൻ വേണ്ടി ഇന്നത്തെ ജോലിയുടെ ക്ഷീണമൊക്കെ മറന്നുകൊണ്ട് ഒരു നാടിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഈ ഒരു ചൂടിന്റെ അവസ്ഥയിലും അൽഹംദുലില്ലാഹ് വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് വരെ വളരെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയങ്കരരായ മഹലിലെയും തൊട്ടടുത്ത നാടുകളിലെയും സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്തായ ഒരു അനുഗ്രഹത്താൽ ജേർണി ത്രൂ ദ ഖുർആൻ എന്നൊരു പേരിൽ ലോകത്ത് തന്നെ ഇതുവരെ നടന്നിട്ടുണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഓരോ ചെറുപ്പക്കാർക്കും ഇതിന്റെ പിന്നിലുണ്ട്. ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഈ ഒരു ചിന്തയുടെ പിന്നിൽ നമ്മുടെ ഇടയിലുണ്ടായ ഒരു ചെറുപ്പക്കാരന്റെ ചിന്തയാണ്. ഈ ഒരു സംഗമത്തിൽ, ഈ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചിന്തിച്ച് ഇതിനെങ്ങനെയാണ് കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധ്യമാകുക എന്ന ചർച്ചയിലാണ് പിന്നീട് അൽഹംദുലില്ലാഹ് ഈ ഒരു പേരിലും ഈ ഒരു രീതിയിലുമായിട്ട് തീർന്നത്. യഥാർത്ഥത്തിൽ ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു 6-ാം നൂറ്റാണ്ടിൽ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ആ സമുദായത്തെ ദീനിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ലോകം ജയിച്ചടക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ, അതല്ലെങ്കിൽ വലിയൊരു ജനതയുടെ നേതൃത്വത്തിലേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ആളുകൾ ലോകത്ത് ജ്വലിച്ചു നിൽക്കുന്ന ആളുകളായിട്ട് മാറിയത്. ഈ വിശുദ്ധമായ ഖുർആൻ യഖറഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞ് ജബൽ നൂറിന്റെ പ്രശാന്തമായ ആ ഒരു മണൽത്തരികളെയൊക്കെ ധന്യമാക്കിയിട്ട് അവതീർണമായ വിശുദ്ധ ഖുർആന്റെ വചനമായിരുന്നു ലോകത്ത് വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു മാറ്റത്തിന് നാന്ദി കുറിക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഞാൻ ഈ ഒരു പരിപാടിയിലൂടെ നമ്മുടെ ചെറുപ്പക്കാർ ഉദ്ദേശിക്കുന്നതും ഇതേ ഒരു ആശയമാണ്. ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച 6-ാം നൂറ്റാണ്ടിലെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചത് ഈ പരിശുദ്ധമായ വിശുദ്ധ ഖുർആനാണ്. ഇന്നത്തെ ന്യൂ ജനറേഷന്റെയും അവസ്ഥ ഒരുപക്ഷെ 6-ാം നൂറ്റാണ്ടിലുള്ള അറബികളെക്കാൾ അധപ്പതിച്ചവരായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ചെറുപ്പക്കാർ ഖുർആനിലൂടെ ഒരു യാത്ര എന്ന പേരിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്ന് പറയാൻ പാടില്ല, ഒരു പ്രൊജക്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ ഓ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ആഖിറത്തിലേക്ക് നമ്മൾ എത്തേണ്ടവരാണ് എന്നൊരു ചിന്തയിലൂടെ ഒരു യാത്രികനെ പോലെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരായിട്ട് കരുതണം മനുഷ്യൻ എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ ഒരു കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റുക? നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഒരുപാട് വയലു പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട്, മതപ്രഭാഷണങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഈ വയലു കുൻഫിദ്ദുനിയ കഅന്നക ഗരീബ് എന്ന് വയലു പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പക്കാർ ആധുനിക കാലഘട്ടത്തിലെ ന്യൂ ജനറേഷൻ സെൽഫിയുടെ ഇടത്തിലൊക്കെ മാറിപ്പോയ ഒരു സമൂഹത്തിൽ ഒരുപക്ഷെ ഈ വാക്കിനെ വേണ്ട പോലെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമായി എന്ന് വരില്ല. ഇവിടെയാണ് നമ്മുടെ ചെറുപ്പക്കാർ തന്നെ ചിന്തിച്ചുകൊണ്ട് തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു രീതിയിലേക്ക് വിശുദ്ധ ഖുർആനാണ് നിമിത്തങ്ങൾ നമുക്ക് വിട്ടേച്ചു പോയിട്ടുള്ള ഒരു വലിയൊരു സ്വത്ത്. ആ സ്വത്തിനെ നമ്മൾ മൃഗപ്പിടിച്ചാൽ ലൻ തദില്ലു, നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോവില്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മനുഷ്യന് പരാജയം ഉണ്ടാവുകയില്ല എന്നതാണ് ഈ വിശുദ്ധ ഖുർആൻ മൃഗപ്പിടി
പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ചിന്ത ഈ ഒരു പ്രഖ്യാപന സമ്മേളനത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കിയതും അതല്ലെങ്കിൽ ഈ ഒരു പരിപാടി തീരുമാനിച്ചത് മുതൽ ആ നാടിലെ 300ഓളം വരുന്ന ചെറുപ്പക്കാരും അവിടെയുള്ള കാരണവന്മാരും അവിടെയുള്ള വൃദ്ധന്മാരും സ്ത്രീകളും ഒന്നടങ്കം മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു കാര്യമാണ്. തമിഴോ അവർ വഴിവെച്ചു പോകില്ല. അത്രയും കൃത്യമായിട്ട് ഓരോ പരിപാടികളും പ്ലാൻ ചെയ്യുമ്പോഴും ഇതിനു വേണ്ടിയിട്ട് സഹായങ്ങൾ നൽകാനും ഇതിനു വേണ്ടിയുള്ള എല്ലാവരും സഹകരണങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാനും നാട്ടിലുള്ള സമ്പന്നരും പാവപ്പെട്ടവരും മധ്യനിലയിലുള്ള ആളുകൾ വരെ എല്ലാ രീതിയിലുമുള്ള സഹായങ്ങളാണ് ഇതുവരെ അൽഹംദുലില്ലാഹ് ചെയ്തു വന്നിട്ടുള്ളത്. ഞാൻ വിശദമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിനുള്ള സമയമില്ല. ഈ ഒരു പരിപാടിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഖുർആനിലൂടെ ഒരു യാത്ര. ചില ആളുകൾ ഇത് ഖുർആൻ എക്സിബിഷൻ എന്ന രീതിയിൽ മാത്രമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുർആനിലൂടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഈ യാത്ര ധന്യമായിട്ടില്ല എങ്കിൽ ദാറുസ്സലാമിലേക്ക് ആ മനുഷ്യൻ എത്തുന്നത് പരാജിതനായിട്ടാണ്. ആ ഒരു പരാജയം എന്റെ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നൊരു ചിന്തയാണ് നമ്മുടെ ചെറുപ്പക്കാർ ഈ ഒരു രീതിയിൽ ഒരു പരിപാടി പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇടയിൽ കടന്നു വരുന്ന ചെറിയൊരു ഇവന്റ് അതല്ലെങ്കിൽ ചെറിയൊരു പ്രോഗ്രാമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രഖ്യാപിക്കുന്ന ഔപചാരികമായിട്ടുള്ള ഒരു പ്രോഗ്രാം. അത് കഴിഞ്ഞാലും ജീവിതത്തിലുടനീളം ഒരു മുഅ്മിനായ മനുഷ്യൻ ഖുർആനിലൂടെ എങ്ങനെ നടന്നു പോകണം എന്നൊരു ചിന്തയാണ് ഈ ചെറുപ്പക്കാർ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഖുർആനിക് എക്സിബിഷൻ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ ഇന്ന് വരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ബാനറിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അത്രയും വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ ഇതിനു വേണ്ടിയിട്ടുള്ള ആളുകൾ കണ്ടെത്തുകയും 24 മണിക്കൂറും ഇതിനു വേണ്ടിയിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സ്വീകരിക്കുമാറാവട്ടെ. സൂറത്ത് യാസീനിലൂടെ ഒരു മനുഷ്യൻ ഈ എക്സിബിഷന്റെ കവാടത്തിലേക്ക് കടന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ആ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും വിശുദ്ധ ഖുർആൻ എന്താണ് ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്ന്. ഇതിൽ വളരെ വളരെ ആകർഷണീയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ വേറൊരു കാര്യം, തീരദേശ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എന്തെങ്കിലും കേസുകളോ മറ്റു കാര്യങ്ങളോ വരുമ്പോൾ കൂടുതൽ ആളുകൾ ഓടിയെത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് അവിടെയുള്ള ചുറ്റുഭാഗങ്ങളിലുള്ള പ്രദേശങ്ങൾ. ഈ സ്ഥലത്താണ് നമ്മുടെ സഹോദരന്മാർ അവിടത്തേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി അമുസ്ലിമീങ്ങളായ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും വീടുകളിലേക്ക് കയറിട്ടെന്ന് അവിടെ ഈ ഖുർആനിലേക്ക് ക്ഷണിക്കുന്ന ഈ എക്സിബിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പാസ് നൽകും എന്ന് പറഞ്ഞ് ക്ഷണിച്ചു കൊണ്ടുവരികയാണ്. അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരു 500 അതല്ലെങ്കിൽ 100 പേരോ നമ്മുടെ ഈ എക്സിബിഷൻ കാണുമ്പം എന്താണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് എന്ന് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. വിശുദ്ധമായ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ ആധുനിക കാലഘട്ടത്തിന് ശാസ്ത്രീയമായ സത്യങ്ങളായിട്ട് പുറത്തു വരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യാ അയ്യുഹൽ അവലം നറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫഖദ്നാഹുമാ എന്ന് വിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിളിച്ചു പറയുന്നുണ്ട്. ഏകദേശം 12,000 കോടി വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രത്തിന്റെ കൺസെപ്റ്റ് ഇതാണ്. 12,000 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ കാണുന്ന ഭൂമിയും ഈ കാണുന്ന ആകാശവും ഒരു റത്ഖൻ ഒരു വാതക പിണ്ഡമായിരുന്നു. ഫഫഖദ്നാഹുമാ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഇന്ന് സയൻസ് മാറിയിട്ടുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ് ഈ ഭൂമിയും ആകാശവും എങ്ങനെയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് ഇതര സമൂഹങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ അവിടെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഒരു എക്സിബിഷനിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ഒരു രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധ്യമാവും എന്നാണ് ഈ ഒരു എക്സിബിഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. 4 മണിക്കൂർ കൊണ്ട് വളരെ അഭിമാനത്തോടു കൂടി പറയാണ്, 4 മണിക്കൂർ കൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ 10,000-ഉം 25,000-ഉം 5,000-ഉം ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്ന പിന്നെ ഗൾഫിലെ ഒരു ഉഷാറുള്ള ആളായിരിക്കുന്ന വിചാരിച്ചത്. മാഷാ അല്ലാഹ് ഇവിടെ എത്തിയപ്പോഴാണ് പാവപ്പെട്ട നമ്മുടെ ചെറുപ്പക്കാർ ഇതിനു വേണ്ടിയിട്ട് ഖുർആനിനെ നെഞ്ചിലേക്കുന്ന ഒരു സമൂഹം. ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സഹാബത്തുൽ കിറാമിനോട്, എന്റെ ഇഖ്വാനികളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് സഹാബ. സഹാബത്ത് ചോദിച്ചു, നബിയെ അത് നമ്മളല്ലയോ? അപ്പോൾ പറഞ്ഞു, നിങ്ങളല്ല, എന്നെ കാണാതെ എന്നെ സ്നേഹിച്ചൊരു വിഭാഗം ആളുകളുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ അങ്ങനെയാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു വലിയൊരു അനുഗ്രഹമാണ്. അതിന് എന്തെങ്കിലും ഏതോ 1-2 ആളുകൾ നിമിത്തമായിട്ടുണ്ടാവാം. എല്ലാവരും കൂട്ടത്തോടുകൂടി ഐക്യത്തോട് നന്മയുടെ അച്ചടക്കത്തിന്റെ പാതയിൽ എല്ലാവർക്കും ഒരുമിക്കാം എന്നൊരു നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിന്റെ കൗൺസിലാണ്.
ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ എന്തൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുകയാണ്. കൃത്യമായിട്ട് നിയമാവലി കൊടുക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CH നൂറുദ്ദീൻ സാഹിബിനെ പോലെയുള്ള അല്ലെങ്കിൽ വലിയ വലിയ ഉസ്താദുമാരൊക്കെയുള്ള ആളുകൾ അടക്കമുള്ള ഗ്രൂപ്പാണ്. ആ ഉസ്താദിക്ക് അറിയാതെ ഒരു പോസ്റ്റ് ഇട്ടാൽ ആരെയും ചെറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, ഇങ്ങനെയൊന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. വളരെ കൃത്യമാണ്. ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു അനച്ചടക്കമായ രീതിയിൽ ഒരു പ്രവർത്തനം ഉണ്ടാവാൻ പാടില്ല. ഈ സംഗമത്തിന് എന്താണോ ആവശ്യം അത്